ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ യൂറോപ്പിൽ സ്ഥാപിച്ച ഒന്നാമത്തെ സഭയാണ് ഫിലിപ്പിയ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് പണികഴിപ്പിച്ച ഈ പട്ടണം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു. റോമ കുടിയേറ്റം നടന്നിരുന്ന ഈ പട്ടണം ഒരു സൈനിക കോളനിയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പൗരന്മാർക്ക് ചില പ്രത്യേക പദവികളും ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 11 മുതൽ 40 വരെയുള്ള ഭാഗത്ത് ഈ ഫിലിപ്പി പട്ടണത്തിലെ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പട്ടണത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു സുന്തുക. യുവോദ്യയും സുന്തുകയും ഒന്നിച്ചായിരുന്നു ക്രിസ്തീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. സുന്തുക എന്ന പേരിൻ്റെ അർത്ഥം ദൈവയോഗം, നല്ല ശകുനം എന്നൊക്കെയാണ്. സുന്തുക എന്ന വനിതയെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമതായിട്ട്, സഭയിൽ സേവനമനുഷ്ഠിച്ച വനിത. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പ്രത്യേകമായി പേര് എടുത്തു പറയപ്പെടുന്ന ഒരു വനിതയായിരുന്നു സുന്തുക. കാരണം അവർ ഫിലിപ്പിയിലെ സഭയിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തവൾ ആയിരുന്നു. മാത്രവുമല്ല, പൗലോസ് അപ്പോസ്തലൻ്റെ അഭിപ്രായത്തിൽ എന്നോട് കൂടെ സുവിശേഷത്തിൽ പ്രയത്നിച്ചവർ എന്ന് വിളിക്കുന്നതിൽ സുന്തുകയെയും ഉൾപ്പെടുത്തുന്നു. ഇത് ആ വനിതയ്ക്ക് ആ സഭയിലുള്ള സ്ഥാനത്തെയും സഭയ്ക്ക് വേണ്ടി അവർ ഏറ്റെടുത്ത നിലപാടുകളെയും വ്യക്തമാക്കുന്നു. അങ്ങനെ ഫിലിപ്പി സഭയുടെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കുവാൻ സുന്തുകയ്ക്ക് സാധിക്കുന്നു. ദൈവം നമുക്കും വിവിധങ്ങളായ കഴിവുകളും ദാനങ്ങളും സമയവും ജീവനും നൽകിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഇടവകയുടെ, എൻ്റെ സഭയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണോ? രണ്ടാമതായിട്ട്, സമർപ്പണത്തോടെ നിലനിന്ന വനിത. ഇവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യുവോദ്യ, സുന്തുക എന്ന 2 പേരെയും നാം ഒന്നിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇവർ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സഭയിൽ കാഴ്ചവെച്ചത്. എന്നാൽ ഫിലിപ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു എന്ന്. ഫിലിപ്പി സഭയിലെ ഏതോ ഒരു വിഷയത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നതായി ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അഭിപ്രായ വ്യത്യാസം, ഭിന്നത, ഐക്യമില്ലായ്മ ഇവ ക്രിസ്തീയ ശുശ്രൂഷകളിലും പ്രകടമാണ്. മനസ്സിൻ്റെ ഭിന്നത മറ്റുള്ളവരിൽ നിന്നും നമ്മെ വേർപെടുത്തും. ഇവിടെ നമ്മെ ഭരിക്കുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ പറയുന്ന ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇത് ദൈവമക്കൾക്ക് അഭികാമ്യമായ പ്രവണതയല്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഏറിയ ദൈവകൃപയുണ്ടെങ്കിൽ ഇവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിന് സാധിക്കണമെങ്കിൽ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അത്തരത്തിൽ യുവോദ്യ, സുന്തുക എന്നിവരുടെ തുടർന്നുള്ള ജീവിതം സമർപ്പണത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അങ്ങനെ അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിന് മുതൽക്കൂട്ടായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിലെ പക, പിണക്കം, ഭിന്നത തുടങ്ങിയ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും ഐക്യതയോടെ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.